വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് ലേണിംഗ്. ഇറ്റ്സ് മി ബനാസർ ഖാലിദ്. അപ്പൊ 10th ലെവൽ പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജ് എക്സാമിനേഷൻ കഴിഞ്ഞു അല്ലെ. അപ്പൊ നമുക്ക് അതിന്റെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് PSC ചോദിച്ചതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ്. അപ്പൊ ഇനിയുള്ള എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നവര് തീർച്ചയായും ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സും അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഈ പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് തീർച്ചയായും അടുത്ത പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കും. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ് മുതൽ നമ്മുടെ ഈ വർഷത്തെ പഠനം നല്ല രീതിയിൽ പുരോഗമിക്കുന്ന വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ പഠനം ആരംഭിച്ചു അല്ലെ. അപ്പം അതിന് യാതൊരു തടസ്സവും ഇല്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുക. തീർച്ചയായും ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആ 10th ലെവൽ പ്രിലിംസിലെ എന്താണ് ഫാക്ട്സും ക്വസ്റ്റ്യൻസും ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ക്ലാസ് നമുക്ക് തുടങ്ങാം. അപ്പൊ 10th ലെവൽ പ്രിലിമിലെ ഒരു ചോദ്യം ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ബ്രിക്സ് ഉച്ചകോടിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പം ബ്രിക് എന്ന് പറയുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മ നിലവിൽ വന്നത് 2009 അവിടെ ഏതൊക്കെ രാജ്യങ്ങളായിരുന്നു? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന എന്നീ 4 രാജ്യങ്ങൾ ചേർന്ന് 2009 ബ്രിക് എന്ന് പറയുന്ന കൂട്ടായ്മ നിലവിൽ വരുന്നത്. അത് ആദ്യത്തെ സമ്മിറ്റ് 2009 ആ സമ്മിറ്റ് എവിടെയാണ് നടന്നത്? റഷ്യയിലെ യെക്കാറ്ററിൻബർഗിലാണ് നടന്നത്. അപ്പൊ റഷ്യയിലെ യെക്കാറ്ററിൻബർഗിലാണ് ഈ ബ്രിക് ഉച്ചകോടി 2009 നടന്നത്. അടുത്തത് അത് ബ്രിക്സ് ഉച്ചകോടിയെ മാറുന്നത് അവിടെ ഒരു രാജ്യം കൂടി അംഗമായി ദക്ഷിണാഫ്രിക്കയാണ് അവിടെ അംഗമായ മറ്റൊരു രാജ്യം. അപ്പൊ ബ്രിക്സ് ആയിട്ടൊന്ന് മാറുകയാണ് ചെയ്തത്. അതിന്റെ ആദ്യത്തെ സമ്മേളനം എന്ന് പറഞ്ഞാൽ 2011 നടന്നത്. അത് ചൈനയിൽ വെച്ചാണ് നടന്നതെന്നും കൂടെ ഓർത്തു വയ്ക്കുക. അടുത്തത് 2024 ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത്. അത് 16ാമത് ബ്രിക്സ് ഉച്ചകോടിയാണ്. അത് നടക്കുന്നതും റഷ്യയിലാണ്. റഷ്യയിലെ കസാനിലാണ് നടന്നത്. റഷ്യയിലെ കസാനിലാണ് 2024 ബ്രിക്സ് ഉച്ചകോടി നടന്നത്. അടുത്തത് ഈ സമയത്ത് അതിലെ 4 രാജ്യങ്ങൾ കൂടി അംഗമായി. ഏതൊക്കെയാണ്? ഇറാൻ, ഈജിപ്റ്റ്, എത്യോപ്യ, UAE. ഇറാൻ, ഈജിപ്റ്റ്, എത്യോപ്യ, UAE എന്നീ 4 അംഗരാജ്യങ്ങളും കൂടെ 2024 ബ്രിക്സ് ഉച്ചകോടിയിൽ 16ാമത്തെ ബ്രിക്സ് ഉച്ചകോടിയിൽ അംഗമായെന്ന് കൂടെ ഓർത്തു വയ്ക്കും. അപ്പൊ ചോദ്യ പേപ്പറിൽ ഉണ്ടായിരുന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതെന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബ്രിക് എന്ന് പറയുന്നത് 4 രാജ്യങ്ങളാണ്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന. അപ്പൊ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ഈ 2009 റഷ്യയിലെ യെക്കാറ്ററിൻബർഗിലാണ് ആദ്യ സമ്മേളനം നടന്നതെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇവിടെ 2009 ബ്രിക്സ് രൂപം കൊള്ളുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ബ്രിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 2009 ബ്രിക് ആണ്. ആ ബ്രിക് രൂപം കൊണ്ടതാണ് റഷ്യയിലെ യെക്കാറ്ററിൻബർഗിൽ എന്ന് കൂടെ ഓർത്തു വെക്കാം. ഇനി 16ാമത് ഉച്ചകോടിയാണ് നടന്നത്. 2024 നടന്നത് 16ാമത്തെ ഉച്ചകോടിയാണ്. ശരിയാണ് അല്ലെ. ഇനി അതെവിടെ നടന്നത്? റഷ്യയിലെ കസാനിലാണെന്ന് കൊടുത്തിരിക്കുന്നത്. ശരിയാണ്. ഇനി കസാൻ എന്ന് സ്ഥിതി ചെയ്യുന്നത് റഷ്യയിലാണെന്ന് ഓർത്തു വയ്ക്കുക. അടുത്തത് ബ്രിക്സിന്റെ ആസ്ഥാനത്തെ കുറിച്ച് ഇവിടെ ഒന്നും പരാമർശിക്കുന്നില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ബ്രിക്സ് ഉച്ചകോടിയെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ആദ്യം ബ്രിക് നിലവിൽ വന്നത് 2009 രാജ്യങ്ങൾ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈനയാണെന്ന് ഓർത്തു വയ്ക്കാം. ഇനി 2009 അതിന്റെ സമ്മേളനം നടന്നത് റഷ്യയിലാണ്. റഷ്യയിലെ യെക്കാറ്ററിൻബർഗിലാണ് നടന്നത്. അതുപോലെ 2011 ബ്രിക്സ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ദക്ഷിണാഫ്രിക്ക അതിലേക്ക് ജോയിൻ ചെയ്യുന്നു. അങ്ങനെ ദക്ഷിണാഫ്രിക്ക ജോയിൻ ചെയ്ത് 2011 സമ്മിറ്റ് നടന്നത് ചൈനയിലാണെന്ന് ഓർത്തു വയ്ക്കുക. അതുപോലെ തന്നെ 2024 ബ്രിക്സ് സമ്മിറ്റ് എന്ന് പറയുന്ന 16ാമത് ബ്രിക്സ് സമ്മേളനമാണ്. അത് നടക്കുന്നത് റഷ്യയിലെ കസാനിലാണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ 5 രാജ്യങ്ങൾക്ക് കൂടെ 4 രാജ്യങ്ങൾ കൂടി കൂടിച്ചേർന്നു. ഏതൊക്കെയാണ്? ഇറാൻ, ഈജിപ്റ്റ്, എത്യോപ്യ, UAE എന്നീ രാജ്യങ്ങൾ കൂടി അതിന് കൂടിച്ചേർക്കുകയാണ് ചെയ്തത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഓപ്ഷൻസ് ക്ലിയർ ആയിട്ട് വായിച്ചിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. ഇപ്പൊ പ്രൊവിഷണൽ ആൻസർ കീയിൽ വന്നതിൽ 2009 ബ്രിക്സ് ഉച്ചകോടി എന്നാണ് കൊടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ബ്രിക്സ് അല്ല, 2009 അത് ബ്രിക് ആണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. 2011 അത് ബ്രിക്സ് ആയിട്ട് വന്നെന്നും കൂടെ ഓർക്കുക. ISROയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം അല്ലെ. ISROയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം 10th ലെവൽ പ്രിലിമിനറിൽ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ISROയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. അപ്പൊ ISRO എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അല്ലെ, ISRO. അത് നിലവിൽ വന്നത് 1969 ഓഗസ്റ്റ് 15 ISRO നിലവിൽ വന്നത്. അപ്പൊ എന്താണ്? 1969 ഓഗസ്റ്റ് 15 ISRO നിലവിൽ വന്നത്. ഇനി ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായ് ആണെന്ന് ഓർത്തുവയ്ക്കുക. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? വിക്രം സാരാഭായ്. ഇനി അതുപോലെ തന്നെ ഇന്ത്യൻ അതായത് ISRO ബഹിരാകാശ വകുപ്പിന് കീഴിലായത്. ISRO നിലവിൽ വന്നത് 1969
എന്നാൽ അത് ബഹിരാകാശ വകുപ്പിന് കീഴിലായത് 1972 ഓർത്തുവയ്ക്കും. അടുത്ത മനസ്സിലാക്കേണ്ട പോയിന്റ് ISROയുടെ ആസ്ഥാനമാണ്. ISROയുടെ ആസ്ഥാനം അന്തരീക്ഷ ഭവനാണ്. അത് ബംഗളൂരു ആണെന്ന് കൂടെ ഓർത്തുവയ്ക്കും. അപ്പൊ അന്തരീക്ഷ ഭവൻ ബംഗളൂരുവിലാണ് ISROയുടെ ആസ്ഥാനം എന്ന് ഓർത്തുവയ്ക്കും. അടുത്ത ISROയുടെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ആദ്യ ചെയർമാൻ വിക്രം സാരാഭായ് ആയിരുന്നു ISROയുടെ ആദ്യ ചെയർമാൻ. നമ്മൾ പറഞ്ഞു ISROയുടെ ആദ്യ ചെയർമാൻ വിക്രം സാരാഭായ് ആണെന്ന് പറഞ്ഞു അല്ലെ. പിന്നെ ISROയുടെ ചെയർമാൻ പദവി കൂടുതൽ കാലം വഹിച്ചത് ആരാണ്? സതീഷ് ധവാൻ ആണ് ISROയുടെ ചെയർമാൻ പദവി കൂടുതൽ കാലം വഹിച്ചത്. ഇനി അതുപോലെ തന്നെ ISRO ചെയർമാൻ ആകുന്ന ആദ്യ മലയാളി ആരാണെന്ന് വെച്ചാൽ MGK മേനോൻ ആണ് ISROയിൽ ആദ്യത്തെ മലയാളിയായ ചെയർമാൻ. അപ്പൊ ISROയിലെ മലയാളി ആദ്യ ചെയർമാൻ ആരാണ്? MGK മേനോൻ ആണെന്ന് ഓർത്തുവയ്ക്കുക. അതുപോലെ തന്നെ മംഗൾയാൻ വിക്ഷേപണ സമയത്ത് ISROയിലെ ചെയർമാൻ ആരായിരുന്നു? K രാധാകൃഷ്ണൻ ആയിരുന്നു മംഗൾയാൻ വിക്ഷേപണ സമയത്ത് ISROയിലെ ചെയർമാൻ. അടുത്ത മനസ്സിലാക്കേണ്ടത് ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച സമയത്ത് ISROയിലെ ചെയർമാൻ G മാധവൻ നായരായിരുന്നു. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച സമയത്ത് ISRO ചെയർമാൻ K ശിവൻ ആയിരുന്നു. അതുപോലെ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച സമയത്ത് ISRO ചെയർമാൻ S സോമനാഥ് ആണെന്ന് കൂടെ ഓർത്തുവയ്ക്കുക. ഇത്രയാണ് നമ്മൾ ചെയർമാനെ പറ്റി കുറച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ISROയിലെ ആദ്യത്തെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായ് ആണെന്ന് കൂടെ ഓർത്തുവയ്ക്കുക. മനസ്സിലാക്കേണ്ട ചില അടിസ്ഥാന വസ്തുക്കൾ ISRO ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയിലെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ്? ശ്രീഹരിക്കോട്ടയാണ്. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയാണ് ഇന്ത്യയിലെ ISROയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം എന്ന് ഓർത്തുവെക്കുക. അപ്പൊ അടുത്ത മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യയിലെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? ശ്രീഹരിക്കോട്ടയിൽ. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലാണ് ഇന്ത്യയിലെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇന്ത്യയുടെ ബഹിരാകാശ കോട്ടയാണ് സ്പേസ് സെന്റർ എന്നാണ് അറിയപ്പെടുന്നത്. ശ്രീഹരിക്കോട്ടയെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ റോക്കറ്റ് സ്പേസ് സെന്ററിന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ്. അത് മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓർത്തുവയ്ക്കുക. ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനം എന്നറിയപ്പെടുന്ന ഓഗസ്റ്റ് 12 വിക്രം സാരാഭായുടെ ജന്മദിനമാണ് ആ ദിനമായിട്ട് ആചരിക്കുന്നത് കൂടെ ഓർത്തുവയ്ക്കുക. അപ്പൊ ISRO ബന്ധപ്പെട്ട് കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത് എന്തായിരുന്നു? ISRO ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. ISRO സ്ഥാപിച്ചത് 1998 പറയുന്നത്. നമുക്ക് എന്ത് മനസ്സിലാക്കാം? സ്ഥാപിച്ചത് 1969 ഓഗസ്റ്റ് 15 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് അന്തരീക്ഷഭവൻ തന്നെയാണ്. പക്ഷെ അത് കൊൽക്കത്തയിലല്ല, പിന്നെ എവിടെയാണ്? ബംഗളൂരുവിലാണെന്ന് കൂടെ ഓർത്തുവയ്ക്കും. ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി വിക്രം സാരാഭായ് സ്പേസ് സെന്റർ അതാണ് നമ്മൾ പറഞ്ഞത് തുമ്പ എന്ന് മനസ്സിലാക്കാം. റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണെന്ന് കൂടെ ഓർത്തുവയ്ക്കും. ചോദ്യം കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ടതായിരുന്നു. അപ്പൊ നമ്മൾ കൊച്ചി മെട്രോയെ പറ്റി കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് മനസ്സിലാക്കാം. ആദ്യം മനസ്സിലാക്കേണ്ടത് കൊച്ചി മെട്രോ എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യ മെട്രോ റെയിലാണെന്ന് ഓർത്തുവയ്ക്കുക. കേരളത്തിലെ ആദ്യ മെട്രോ റെയിൽ ഏതാണ്? കൊച്ചി മെട്രോ ആണ്. ഇനി അത് നിലവിൽ വന്നത്, അത് ഉദ്ഘാടനം ചെയ്തത് 2017 ജൂൺ 17 അപ്പൊ അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2017 ജൂൺ 17 ഉദ്ഘാടനം ചെയ്ത് നരേന്ദ്രമോദിയാണ് കൂടെ ഓർത്തുവയ്ക്കുക. അപ്പൊ കൊച്ചി മെട്രോ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആദ്യ മെട്രോ റെയിലാണ്. ഇനി 2017 ജൂൺ 17 ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഈ കൊച്ചി മെട്രോയുടെ പ്രോജക്ട് ഡയറക്ടർ എന്നറിയപ്പെടുന്നത് E ശ്രീധരനാണെന്ന് ഓർത്തുവയ്ക്കുക. ഇനി ഇന്ത്യയുടെ 8ാമത്തെ മെട്രോ റെയിലാണ് കൊച്ചി മെട്രോ എന്ന് കൂടെ ഓർത്തുവയ്ക്കാം. ഇന്ത്യയുടെ 8ാമത്തെ മെട്രോ റെയിലാണ് കൊച്ചി മെട്രോ എന്ന് ഓർത്തുവയ്ക്കാം. ഇനി KMRL ആണ് ഈ കൊച്ചി മെട്രോയുടെ പ്രവർത്തന ചുമതല നിർവഹിക്കുന്നത്. KMRL ആണ് കൊച്ചി മെട്രോയുടെ പ്രവർത്തന ചുമതല നിർവഹിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, റോഡ്, റെയിൽ, ജലഗതാഗതം എന്നിവയെ ബന്ധിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ മെട്രോ ഏതാണെന്ന് ചോദിച്ചാലും അത് കൊച്ചി മെട്രോ ആണ്. അതായത് റോഡ്, റെയിൽ, ജലഗതാഗതം എന്നിവയെ ബന്ധിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ മെട്രോ ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊച്ചി മെട്രോ ആണെന്ന് ഓർത്തുവയ്ക്കുക. അപ്പൊ കൊച്ചി മെട്രോ അനുബന്ധമായുള്ള ജലപാത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ കൊച്ചി വാട്ടർ മെട്രോ ആണെന്ന് ഓർത്തുവയ്ക്കുക. അപ്പൊ കൊച്ചി മെട്രോ അനുബന്ധമായ ജലപാത പദ്ധതി ഏതാണ്? കൊച്ചി വാട്ടർ മെട്രോ ആണെന്ന് കൂടെ ഓർത്തുവയ്ക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 10th ലെവൽ പ്രിലിംസിലെ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ഫാക്ട്സും ഡിസ്കസ് ചെയ്ത്. അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. തുടർന്നുള്ള പരീക്ഷകളിൽ ഇതിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനിയുള്ള പരീക്ഷകളിൽ ഈ ക്വസ്റ്റ്യൻസ് തന്നെ ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വരാം. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക.
ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ഫ്രം മീ. താങ്ക് യു.